ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത് കൺജക്ഷൻ എന്നതിനെ പറ്റിയാണ്. അതെന്താണ്, അതിൻ്റെ സെൻറ്റൻസ് ഒക്കെയാണ് നമ്മൾ നോക്കിയിരുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഇഡംസും പാസസും പിന്നെ വൊക്കാബുലറിയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, അപ്പോൾ തന്നെ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നോക്കാം ഇതിൻ്റെ സെൻറ്റൻസ്. ഇത് വെച്ചിട്ടുള്ള സെൻറ്റൻസാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം നോക്കുന്നത് പാസസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ദ ലോസ്റ്റ് പപ്പി വാസ് വെറ്റ് ആൻഡ് സ്റ്റിങ്കി ഡോഗ്. ഇതെന്താണെന്ന് വെച്ചാൽ പാസ്സ് അറിയാമല്ലോ, ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മീനിങ് ഫുൾ ഇല്ലാത്തതുപോലെയാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലോസ്റ്റ് പപ്പീനെ ലോസ്റ്റായി, പക്ഷേ അത് വെറ്റായിട്ടും പിന്നെ സ്റ്റേൻ വെച്ചാൽ ഫുൾ അഴുക്ക് വിരിച്ചിട്ട് അങ്ങനെയാണ് ഡോഗ് ഇരിക്കുന്നതെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇവർ പറയുന്നത്, ഒരു മീനിങ് ഫുൾ ഇല്ലാത്തതുപോലെ പാതി അതും പാതി ഇതും അങ്ങനെയാണ് ഇത് വരുന്നത്. അടുത്തത് ദ ഫ്യൂ ക്ലിനിക് ഹാഡ് സീൻ മെനി കേസസ് ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ്. എന്ന് വെച്ചാൽ ഫ്യൂ ക്ലിനിക് വെച്ചാൽ കുറച്ച് ക്ലിനിക്കിൽ നമ്മൾ കണ്ടുവരുന്നത് കുറേ കേസസ്. എന്ത് കേസസ് ആണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഡിസീസാണ് കണ്ടുവരുന്നത്. അതാണ് ഇവരിതിൽ മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ് വാസ് എ സ്റ്റോറി ആസ് ഓൾഡ് ആസ് ടൈം. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റോറിയാണ്, പക്ഷെ പണ്ടത്തെ സ്റ്റോറിയാണ്. ഓൾഡ് ആസ് ടൈം പണ്ടത്തെ സ്റ്റോറിയാണ്. പിന്നെ ദ സ്പോർട്സ് കാർ ഡ്രോൺ ദി ലോങ് ആൻഡ് വിൻഡിങ് റോഡ്. എന്ന് വെച്ചാൽ ഈ സ്പോർട്സ് കാർ വന്നിട്ട് ഇങ്ങനെ ഓടിക്കുന്നതാണ്, ലോങ് ആയിട്ട് ഓടിക്കുകയും പിന്നെ വിൻഡുള്ള റോഡിൽ കൂടെ ഓടിക്കുകയും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സെൻറ്റൻസ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ വേറെ ഒരു രീതി ഇൻകംപ്ലീറ്റ് പോലെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്, പക്ഷേ നമുക്കത് അതിന് മീനിങ് ഫുൾ ഉണ്ട്, പക്ഷേ അത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം, വൊക്കാബുലറി എന്താണെന്ന്. അതിൻ്റെ സെൻറ്റൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹൗ ഈസ് അവർ ന്യൂ പ്രിൻസിപ്പൽ മേഡം. എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ പ്രിൻസിപ്പൽ മേഡം എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്. മേഡം ഈസ് റിയലി ഗുഡ് ബട്ട് വെരി സ്ട്രിക്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ പറയാം മേഡം ശരിക്കും നല്ലതാണ്, പക്ഷേ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഓക്കെ, ഇനി അടുത്തത് വൈ ഡിഡ് യു ചൂസ് സയൻസ് ഗ്രൂപ്പ്? ഐ തിങ്ക് കോമേഴ്സ് വാസ് ബെറ്റർ ഫോർ യു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഒരാളോട്, നിങ്ങൾ എന്തിനാണ് സയൻസ് ഗ്രൂപ്പ് എടുത്തത്? ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് കോമേഴ്സ് ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എന്ന് നമ്മൾ പറയത്തില്ല. അതാണ് അതിൻ്റെ മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മറുപടിയായിട്ട് പറയുക. ഇപ്പോൾ ഇത് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ തിരിച്ച് ഇംഗ്ലീഷിൽ വൊക്കാബുലറി ഒരു സെൻറ്റൻസ് നമ്മളെങ്ങനെ തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഐ ലൈക്ക് ടു സ്റ്റഡി സയൻസ് ഇൻസ്റ്റെഡ് ഓഫ് കോമേഴ്സ്. എന്ന് വെച്ചാൽ എനിക്ക് സയൻസാണ് ഇഷ്ടം, കോമേഴ്സിനെക്കാട്ടിലും എനിക്ക് സയൻസ് പഠിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് എടുത്തേന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ്, വൈ ഹാവൻ യു ഫിനിഷ് ദി വർക്ക് യെറ്റ്? വൈ ബിക്കോസ് വി ഹാവ് ടു സബ്മിറ്റ് ദിസ് റിപ്പോർട്ട് ഇൻ ദി മീറ്റിംഗ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തുവാ ഇതുവരെ ഈ ജോലി തീർക്കാതെ ഇരുന്നത്? കാരണം ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട് ഇന്ന്, അതിന് സബ്മിറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഒരാൾ നമ്മളോട് സീനിയർ ഓഫീസർ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ലാന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ആൻസർ കൊടുക്കുകയാണ്. സർ, യെസ്റ്റർഡേ ഐ വാസ് ഓൺ ലീവ് ബിക്കോസ് ഐ വാസ് ഇൽ. ഡ്യൂ ടു ദാറ്റ് ഐ വാസ് നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് ദിസ് വർക്ക്. എന്ന് വെച്ചാൽ സാർ ഇന്നലെ ഞാൻ ലീവായിരുന്നു, എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായിരുന്നു കാരണം. ഇപ്പോൾ ഒരാൾ ചോദിക്കുക എന്തോ കംപ്ലീറ്റ് ചെയ്തില്ല, അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്തതെന്ന്. അപ്പോൾ നമുക്കിനി ഇതാണ് വൊക്കാബുലറി. ഇങ്ങനെ ഇതുപോലൊക്കെ സെൻറ്റൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുമ്പോഴത്തേക്കും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഡംസ്. ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. എന്ന് വെച്ചാൽ ഇത് പറയുന്നത് ബാക്ക് എന്ന് വെച്ചാൽ ഡ്രോയിങ്ങിൻ്റെ ബാക്കായിട്ട് വരിക. ഇഡംസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത് രണ്ട് മീനിങ്ങാണ് വരുന്നത്. ഇപ്പോൾ ബാക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറയുക പുറക്, ഉറപ്പായിട്ടും ബാക്ക് പുറക്. ടു ദ ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡ് എന്ന് വെച്ചാൽ എന്താ, വരയ്ക്കുന്ന ഒരു ബോർഡ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ശരിക്കും അതല്ല. ടു സ്റ്റാർട്ട് ഓവർ ഇൻ പ്ലാനിങ് എ പ്രോജക്റ്റ് ഓർ ഐഡിയ. ഇതെന്താണെന്ന് വെച്ചാൽ മീനിങ് വരുന്നത് ടു സ്റ്റാർട്ട് ഓവർ ഇൻ പ്ലാനിങ്. നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതാണ്. ഒരു ഐഡിയാസൊക്കെ വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വരച്ച് വെക്കും, അതിനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നേരായിട്ട് പറയുമ്പോൾ ബാക്ക് എന്ന് വെച്ചാൽ എന്ത്, പുറക്, ആ രീതിയിലൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ മീനിങ് അതല്ല, ഇതാണ്. അതിപ്പോൾ വരയ്ക്കുമ്പോഴത്തേക്കും പ്ലാനിങ് പ്രോജക്റ്റ് വരയ്ക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഐഡിയ നമ്മൾ അതിൽ ബോർഡിൽ വരച്ച് വെക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്നുള്ളത് റഫായിട്ട് നമ്മൾ വരച്ച് വെക്കും. അതാണ് ഇത് ഞാൻ പറയുന്നത്.
ഇനി അടുത്തത് ബീറ്റ് അറൗണ്ട് ദി ബുഷ്. ബീറ്റ് അറൗണ്ട് ദി ബുഷ് എന്ന് വെച്ചാൽ നമ്മൾ ബിഷിനെ ബീറ്റ് ചെയ്യാന്നുള്ള അറൗണ്ട്, അതാണ് അതിൻ്റെ വരുന്നത്. പക്ഷെ ശരിക്കും അതല്ല അതിൻ്റെ അർത്ഥം. ടു ഡിലേ ഓർ അവോയ്ഡ് ടോക്കിംഗ് അബൌട്ട് സംതിങ് ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡിലേ ഒരു കാര്യം ഡിലേ ചെയ്യുക എന്ന് വെച്ചാൽ അവോയ്ഡ്. ഇപ്പോൾ നമ്മൾ ഒരാളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, സംതിങ് ഡിഫിക്കൽട്ട്, ഇപ്പോൾ ഒരാൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിലും നമ്മൾ ആ കാര്യത്തെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. സോ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ പറയുക ബീറ്റ് അറൗണ്ട് ദി ബുഷ്. അപ്പോൾ എൻ്റെ ഇത് വരുന്നത് മീനിങ് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഒരാളോട് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. നമ്മളിപ്പോൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇതാണല്ലോ. സോ അവർക്ക് അത് ഡിഫിക്കൽട്ടായിട്ടോ അൺപ്ലസൻ്റ് ആയിട്ടോ ഒക്കെ തോന്നാം. സോ അതാണ് നമ്മളിതിനെ പറയുന്നത്. ഇനി അടുത്തത് കോൾ ഇറ്റ് എ നൈറ്റ്. ഇപ്പോൾ നമ്മൾ പറയുക കോൾ എന്ന് വെച്ചാൽ എന്താ വിളിക്കുക, ഇറ്റ് എ നൈറ്റ്. നൈറ്റ് എന്ന് വെച്ചാൽ എന്താ രാത്രി. പക്ഷേ ശരിക്കും അതിൻ്റെ മീനിങ് അതല്ല, ഗോ ടു ബെഡ്. ഇപ്പോൾ കോൾ ഇറ്റ് എ നൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ബെഡ്, രാത്രിയിൽ ഗോ ടു ബെഡ്, അതാണ് ഉറങ്ങാൻ പോകുന്ന പോലെ കിടക്കുന്നത്. ക്രോസ് ദി ബ്രിഡ്ജ് വെൻ വി ഗെറ്റ് ദെയർ. ഇപ്പോൾ നമുക്ക് ബ്രിഡ്ജ് വരുമ്പോഴത്തേക്കും ക്രോസ് ചെയ്യണം. നമ്മൾ ബ്രിഡ്ജ് വരും, അവിടെ ബ്രിഡ്ജ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറയത്തില്ല അവിടെ ബ്രിഡ്ജ് ഉണ്ടാവും, നമ്മൾ ക്രോസ് ചെയ്യണം എന്നൊക്കെ. സോ നമ്മൾ അതല്ല മീൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ടു നോട്ട് വറി അബൌട്ട് എ പ്രോബ്ലം അൺടിൽ ഇറ്റ് ഹാപ്പൻസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോബ്ലം നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനെപ്പറ്റി വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവിടെ ബ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ആലോചിക്കേണ്ടത് ആ ബ്രിഡ്ജ് എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് എന്തുവാണെന്നൊക്കെ നമ്മൾ അപ്പോഴാണ് നോക്കുന്നത്. സോ അതാണ് ഇത് പറയുന്നത്, ടു നോട്ട് വറി അബൌട്ട് എ പ്രോബ്ലം അൺടിൽ ഇറ്റ് ഹാപ്പൻസ്. അത് നടക്കുന്നവരെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തോ ഇഡംസും ഫ്രേസസും പിന്നെ വൊക്കാബുലറി, ഇത് മൂന്നുമാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ക്ലാസ് ചാപ്റ്റർ വരുമ്പോഴത്തേക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് ഞാൻ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഗ്രാമറിൻ്റെ. സോ ആ കൂട്ടത്തിൽ തന്നെ ആ ക്ലാസ്സിൻ്റെ ഇതാകുമ്പോഴത്തേക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ആ കുട്ടി എന്നോട് സംശയം ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം അതിൻ്റെ ക്ലാസ്സിൻ്റെ ആ ഒരു ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ ഇന്ന് ഈ സബ്സ്ക്രൈബർ കുട്ടി എന്നോട് സംശയം ചോദിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. അത് ഇതുപോലെ തന്നെ ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടുന്നതായിരിക്കും. സോ എല്ലാവർക്കും അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.